ഐഫോൺ യൂസേഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു പേടി സ്വപ്നം ഐഫോൺ അപ്ഡേറ്റിന് ശേഷം അടിച്ചു പോകുമോ, ഡിസ്പ്ലേ ഇഷ്യൂ വരുമോ, നല്ല രീതിക്ക് ബഗ് വരുമോ എന്നീ പറയുന്ന ടെൻഷൻ. iOS 18.2 ശേഷം കുറേയധികം കൂട്ടുകാർക്ക് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറേയധികം വരുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മെസ്സേജ് വരുന്നുണ്ട്. സോ എനിക്കുണ്ടായ ആ ഒരു എക്സ്പീരിയൻസും iOS 18 മാത്രമല്ല, ഇപ്പോൾ ഓരോ കൂട്ടുകാർക്കും അപ്ഡേഷൻ വരുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് മനസ്സിൽ വരുന്ന ചിന്തയാണ്, ഡിസ്പ്ലേ അടിച്ചു പോകുമോ, എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുമോ, അതേപോലെ ബഗ് വരുമോ എന്നീ പറഞ്ഞ പേടി. പണ്ട് നമ്മുടെ ഐഫോണിലേക്ക് ഒരു അപ്ഡേഷൻ വരികയാണെങ്കിൽ കണ്ണും പൂട്ടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സമാധാനത്തോടെ ഇരിക്കായിരുന്നു, യാതൊരു പ്രശ്നവും വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. സോ ഈ ഒരു പ്രശ്നത്തിന് ഞാൻ എൻ്റെ രീതിയിലായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ കുറേയധികം റിപ്പോർട്ടുകളും കുറേയധികം അനാലിസിസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു അപ്ഡേഷൻ്റെ കുറേയധികം ഇഷ്യൂസുകളും അതേപോലെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പുകളും ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇതേപോലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് യു ബിൻ സേവ് ഫ്രം എവിക്ക. ഏറ്റവും ആദ്യത്തെ ഒരു ഫാക്ടറാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ആപ്പിൾ അവരുടെ എല്ലാ വീഡിയോസിലും അഡ്വർടൈസ്മെൻറ്റിലും പറയുന്നത് പോലെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് രണ്ടല്ല, അത് ഒന്നാണെന്നാണ് ആപ്പിൾ പറയുന്നത്. അതിന് രണ്ടുപേരുടെയും ഒരു സംസാരം, അതുകൊണ്ടാണ് ഇപ്പോഴും ഐഫോൺ യൂസേഴ്സിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ലഭിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ ലോകത്ത് നിന്ന്, വേൾഡിൽ, എർത്തിൽ നിന്ന് ഒരു 100 ഐഫോൺ യൂസേഴ്സിന് എടുക്കാം, ഇൻക്ലൂഡിങ് ഇന്ത്യ. നമ്മുടെ ഈ പറയുന്ന 100 പേരിൽ 80 പേർക്കും ഡിസ്പ്ലേ ഇഷ്യൂസ്, ഹാർഡ്വെയർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഇഷ്യൂസ് കാണില്ല. പക്ഷേ ഒരു 20% ആൾക്കാർക്ക്, അല്ലെങ്കിൽ 20 ഉള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് ഡിസ്പ്ലേ ഇഷ്യൂസും ബാക്കിയുള്ള ഡിവൈസുകൾക്ക് പ്രശ്നങ്ങളും വരും. ആ ഒരു 100 എന്ന് പറഞ്ഞ കണക്ക് ഇന്ത്യയിലേക്ക് എടുക്കാം. ഇന്ത്യയിൽ നിന്ന് 100 പേരെടുത്താൽ 80 പേർക്ക് കംപ്ലൈൻറ്റുകളും 20 പേർക്ക് പ്രശ്നമില്ലാത്ത ഒരു സിനാരിയോ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇന്ത്യൻ മാനുഫാക്ചർ ചെയ്യുന്ന ഡിവൈസുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് പുറത്തുണ്ട്, നിങ്ങൾക്കും അതേപോലെ ഫ്രണ്ട്സ് അബ്രോഡ് ഉണ്ടാകും. അവരോടും കൂടി ചോദിച്ചു നോക്കുക. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഈ പറഞ്ഞ പുറത്തുനിന്ന് എടുത്തിരിക്കുന്ന ഒരു ഡിവൈസുകൾക്കും ഹാർഡ്വെയർ ഇഷ്യൂ വലുതായിട്ട് കാണുന്നില്ല. നമുക്കറിയുന്ന പോലെ തന്നെ ഇന്ത്യയിൽ കുറേയധികം കൂട്ടുകാരെ ദുബായിൽ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഒരു കൂട്ടുകാർക്കും ഈ ഒരു ഡിവൈസുകൾക്ക് പ്രശ്നം വരുന്നില്ല, എക്സെപ്റ്റ് ഇന്ത്യയിൽ നിന്ന് എടുക്കുന്ന കൂട്ടുകാർക്ക് മാത്രം. എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ഡിവൈസുകൾക്കാണ് പ്രശ്നമുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ ഫ്രണ്ട് ഉണ്ട്, അവൻ ഇവിടെ നല്ല എടുത്തിരിക്കുന്നത് US എന്ന ഡിവൈസ് കൊണ്ടുവന്നിരിക്കുകയാണ്. 14 Pro Max ആണ്. ആ ഒരു വ്യക്തിക്ക് ഫോണിന് ഈ പറഞ്ഞ വേറെ ഒരു പ്രശ്നങ്ങളും പറഞ്ഞിട്ടില്ല. അതേപോലെ എൻ്റെ ഫ്രണ്ട് ഒരാൾ കാനഡയിലുണ്ട്, അവനും iPhone 16 Pro ആണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു കൂട്ടുകാരനും ഡിവൈസിന് യാതൊരു പ്രശ്നവും കാണിക്കുന്നില്ല. പക്ഷേ ഞാൻ iPhone 16 പുതിയതായിട്ട് പ്രീ ബുക്ക് ചെയ്തെടുത്ത ഡിവൈസിൽ തന്നെ ഒരു ഡിസ്പ്ലേ ഇഷ്യൂ വന്നു. അതും പിങ്ക് സ്ക്രീൻ ഇഷ്യൂ ആണ് എനിക്ക് വന്നത്. ഞാൻ ആ ഒരു ഡിവൈസ് കുറേയധികം കഷ്ടപ്പെട്ടാണ് ഒരു പുതിയ ഐഫോൺ ഡിവൈസ് റീപ്ലേസ് ചെയ്ത് എനിക്ക് ആപ്പിൾ തന്നത്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ ഇന്ത്യയിൽ മേക്ക് ചെയ്യുന്ന ഡിവൈസുകൾക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. ഞാൻ അവർ ചെയ്യുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷേ ചില ചെറിയ ഒരു പിഴവ് മതിയാവും ഈ പറഞ്ഞ ഡിസ്പ്ലേനും അതേപോലെ ഡിവൈസുകൾക്കും വലിയ വലിയ മാനുഫാക്ചറിങ് ഇറേഴ്സ് വരാനുള്ള ചാൻസ് വരുത്താൻ. സോ ഇന്ത്യൻ മാനുഫാക്ചർ ഡിവൈസുകളാണ് കൂടുതൽ പ്രശ്നങ്ങൾ കാണിക്കുന്നത്. നിങ്ങളുടെ ഡിവൈസിനും ഇതേപോലെ പ്രശ്നങ്ങളോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതേ സെയിം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ രണ്ടാമത്തെ ഒരു ഫാക്ടറാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ പോലെ അത് രണ്ടല്ല ഒന്നായിട്ടാണ് വർക്ക് ചെയ്യുന്നതാണ് ആപ്പിൾ പറയുന്നത്. ടു ബി ഓണസ്റ്റ്, ടു ബി പേഴ്സണൽ, ഈ പറഞ്ഞ അപ്ഡേഷൻ ഇപ്പോൾ പക്കാ ക്ലിയർ ആണെന്ന് ഞാൻ ഒരു സ്ഥലത്തും പറയില്ല. എൻ്റെ വീഡിയോ ഉൾപ്പെടെ ഞാൻ പറയുന്നുണ്ട്, ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരു ഫോളോ വീഡിയോ നമ്മൾ തന്നെ ചെയ്യാറുണ്ട്. ഈ ഒരു ഫോളോ വീഡിയോന് ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്യുക. കാരണം സോഫ്റ്റ്വെയർ വഴി അത്യാവശ്യം നല്ല രീതിക്കുള്ള ബഗുകൾ ഐഫോൺ യൂസേഴ്സിന് വരുന്നുണ്ട്. എനിക്കും പേഴ്സണലി വാച്ചും ഫോണോടുള്ള കണക്ടിവിറ്റി കുറച്ച് നാളത്തേക്ക് കട്ടായിപ്പോയി. അതായത് കോൾ വരുന്ന സമയത്ത് ഫോണിൽ വരും, വാച്ചിൽ വരില്ല. ആ
അങ്ങനെ കൂടുതലും ടെക്നിക്കൽ അല്ലെങ്കിൽ കുറച്ചധികം കണക്ടിവിറ്റി ഇഷ്യൂസ് എനിക്ക് iOS 18.2 ഫീൽ ചെയ്തു. കൂടുതലും കൂട്ടുകാർക്ക് ഫിനാൻഷ്യൽ ആപ്പുകൾ ക്രാഷായി, ഫോട്ടോസ് ആപ്പിൽ ഈ പറഞ്ഞ ഇഷ്യൂസ് കാണുന്നുണ്ട്, അതേപോലെ ക്യാമറ എടുക്കുമ്പോൾ ഫ്രീസ് ആവുന്നുണ്ട്. കുറേയധികം ബഗ്ഗുകൾ ഈ പറയുന്ന സോഫ്റ്റ്വെയർ പരമായിട്ട് ഐഫോണിൽ കാണുന്നുണ്ട്. സോ ഏറ്റവും നല്ലൊരു കാര്യം, നിങ്ങൾക്ക് ഒരു മാക്കോ അല്ലെങ്കിൽ വിൻഡോസ് ഉണ്ടെങ്കിൽ ഐട്യൂൺസ് വഴി അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. എന്നാൽ പോലും ഒരു ബഗ്ഗുള്ള ഡിവൈസിൽ ഈ പറഞ്ഞ ഐട്യൂൺസ് വഴി അപ്ഡേറ്റ് എല്ലാം ബഗ് കാണിക്കുന്നുണ്ട്. ഞാൻ പേഴ്സണലി അങ്ങനെ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന IPSW ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഐട്യൂൺസ് വഴി ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഡയറക്റ്റായിട്ട് നമ്മുടെ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു 100 ബഗ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസ് വഴി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ 100 അല്ലെങ്കിൽ ആ ഒരു 10 ബഗ് എന്ന് പറയുന്നത് ഒരു 1-2 ബഗ്ഗായിട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഐട്യൂൺസ് വഴി അപ്ഡേറ്റ് ചെയ്യാൻ ഒരു മാർഗമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പ്രശ്നത്തിന് ഞാൻ കണ്ടുപിടിച്ചൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ സൊല്യൂഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐട്യൂൺസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. അടുത്തൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു വീഡിയോയുടെ ആദ്യമേ പറഞ്ഞായിരുന്നു, എൻ്റെ ഡിവൈസിൽ ഈ പറയുന്ന 16 പുതിയത് പ്രീ ബുക്ക് ചെയ്തെടുത്തപ്പോൾ തന്നെ ഒരു പിങ്ക് സ്ക്രീൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്നിട്ട് ആപ്പിൾ അത് റീപ്ലേസ് ചെയ്തു. പുത്തൻ ഫോൺ 1 രൂപ പോലും എനിക്ക് കൊടുക്കണമെന്നില്ല. അതിന് ഞാനൊരു ടെക്നിക്ക് യൂസ് ചെയ്തു. എൻ്റെ അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഈ പറയുന്ന ഡിവൈസ് ചുറ്റോട് ചുറ്റും ഞാനൊരു വീഡിയോ എൻ്റെ iPhone 11 ഞാൻ ഷൂട്ട് ചെയ്യും. ഈ ഒരു ഡിവൈസിൽ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക എവിഡൻസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം കുറച്ചധികം പ്രശ്നങ്ങൾ കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ദിവസം വരെയും ഞാനത് സ്റ്റോർ ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പിങ്ക് സ്ക്രീൻ ഇഷ്യൂ വരുന്ന സമയത്ത് 3 വട്ടമാണ് ആപ്പിളിൻ്റെ ഈ പറഞ്ഞ iCareൽ കൊണ്ട് കൊടുത്തത്. അവർ പറഞ്ഞത് ഡിസ്പ്ലേന് ഒരു പ്രശ്നമില്ല, സോഫ്റ്റ്വെയർ ബഗ്ഗാണെന്നാണ് പറഞ്ഞത്. അവരെയും ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല. കാരണം വെറുതെ ഇരിക്കുമ്പോൾ ഇതേപോലെ സ്ക്രീൻ നല്ല സുന്ദര കുട്ടപ്പനുണ്ടായിരിക്കുന്നത് ചില സമയത്ത് ഫോണിന് തോന്നുമ്പോൾ ഇതങ്ങ് പിങ്ക് ആയിട്ട് ബ്ലിങ്ക് ചെയ്യും. പിങ്ക് കളറിൽ ബ്ലിങ്ക് ചെയ്യുമ്പോൾ ഞാൻ സ്പോട്ടിൽ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇവർ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ഇവർ പറഞ്ഞു, ഓ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ലേ, ഇത് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അതിനുശേഷം 3 വട്ടം ഞാൻ ഈ ഫോൺ ബാക്കപ്പ് ചെയ്യും. അതിനുശേഷം അവർ കംപ്ലീറ്റ് ആയിട്ട് ആപ്പിൾ കോൺഫിഗറേഷൻ വഴി റീസ്റ്റോർ ചെയ്യുമെന്ന് പറയും, എനിക്ക് തരും, ഞാൻ പിന്നെയും ബാക്കപ്പ് ചെയ്യും, റീസ്റ്റോർ ചെയ്യും. അങ്ങനെ ഒരു 3 വട്ടം ഞാൻ ഈ ഒരു ഫോൺ കൊടുക്കും വാങ്ങിക്കും അങ്ങനത്തെ ഒരു നിലയിലേക്ക് എത്തി. സോ അതിനുശേഷം അവസാനം എനിക്ക് മതിയായപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഒരു ഡിവൈസ് കറക്റ്റായിട്ട് ശരിയാക്കി തരണം. കാരണം ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ എനിക്ക് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യേണ്ടതാണ്. എനിക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ വേണം എന്താണ് എന്നുള്ള കറക്റ്റ് കാര്യങ്ങൾ. ഞാൻ വലിയ ദേഷ്യപ്പെടാനോ ഒന്നും വെച്ചെടുക്കാനൊന്നും പോയില്ല. കറക്റ്റ് കാര്യങ്ങൾ എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞു. അവരപ്പോൾ പറഞ്ഞു ബാംഗ്ലൂരിലേക്ക് ഈ പറഞ്ഞ ഡിവൈസ് അയച്ചു കൊടുക്കാം, അതിനുശേഷം അവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. ആപ്പിളിൻ്റെ ഈ പറഞ്ഞ ഡയഗ്നോസ്റ്റിക്സ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അന്ന് രാവിലെ 11 മണിക്ക് ഡയഗ്നോസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്തു. 3:45 ആയപ്പോഴത്തേക്കും എനിക്കൊരു മെസ്സേജ് വന്നു, iPhone 16 പുതിയത് റീപ്ലേസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. സോ അവിടെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് റീപ്ലേസ്മെൻറ്റ് അത്രയും സമയത്തിനുള്ളിൽ തന്നെ ആപ്പിൾ റിന്യൂ ചെയ്തത്, അല്ലെങ്കിൽ ആപ്പിൾ ആ ഒരു ഡിസിഷൻ എടുത്തത്. സോ ഡിവൈസിനുള്ളിൽ ഡിസ്പ്ലേ ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് ഉറപ്പ് തന്നെയാണ്. സോ ഞാൻ പറഞ്ഞത് എന്താണ്, ഈ പറഞ്ഞ എവിഡൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സ്ട്രെങ്ത് തന്നത്. നിങ്ങളും ഇതേപോലെ അപ്ഡേറ്റിന് തൊട്ട് മുമ്പ് ഫുൾ ഫ്ലജ് ഡിസ്പ്ലേയുടെ ആ സൈഡും ബാക്ക് വശവും ഫ്രണ്ട് വശവും സൈഡ് വശവും എല്ലാം ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കുക. കാരണം ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഡിവൈസിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യുമ്പോൾ ഈ ഒരു എവിഡൻസ് കൊടുക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം മുട്ടുകയോ തട്ടുകയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആപ്പിൾ എന്ന കമ്പനി അവർക്ക് പ്രോഫിറ്റ് സീക്കിംഗ് എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ അവരുടെ കസ്റ്റമേഴ്സ് ഈ പറഞ്ഞ പ്രശ്നമായിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അത് അവർ കളയാനുള്ള ചാൻസ് ഉണ്ട്. അത് ആപ്പിൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ കമ്പനികളും. നമുക്ക് ഇൻഷുറൻസുകാരെ തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. സോ ഈ പറയുന്ന മുട്ടലും തട്ടലൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും ഈ പ്രശ്നം കൊണ്ടായിരിക്കും ഡിവൈസിൻ്റെ ഡിസ്പ്ലേ എങ്ങനെ പോയത് അല്ലെങ്കിൽ അങ്ങനെ പോയത് എന്നുള്ള കാര്യങ്ങൾ പറയും. ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമേ പറയുന്നത്, കറക്റ്റായിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെക്കുക.
പിന്നീട് ഇപ്പോൾ 18.1 വന്നു, 18.2 വരുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നമില്ല. അതേ സെയിം പ്രൊസീജിയർ നിങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക 18.2 അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ്. അതിനുശേഷം 18.2 അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ നിങ്ങളെടുത്ത ഫുട്ടേജ് കളഞ്ഞേക്ക്, 18.1 വീഡിയോസ് കളഞ്ഞേക്ക്. സോ സ്റ്റോറേജ് പോകുന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട. അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിലോ എവിടെയെങ്കിലും ബാക്കപ്പ് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് എവിഡൻസ് ആയിട്ട് മാത്രം. ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഐഡിയ എനിക്ക് നല്ല രീതിക്ക് യൂസ്ഫുള്ളായി. പേഴ്സണലി എൻ്റെ ഫോൺ എനിക്ക് റീപ്ലേസ് ചെയ്ത് തരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇത് എവിഡൻസ് തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബഗ് എന്ന് പറയുന്നത് ഐഫോണിൽ മാത്രമല്ല എല്ലാ സോഫ്റ്റ്വെയറിലും, ആപ്പിൾ ആയിക്കോട്ടെ വേറെ ഏത് ആൻഡ്രോയിഡ് ഡിവൈസ് ആയിക്കോട്ടെ, ലോകത്തുള്ള എല്ലാ ഗാഡ്ജറ്റിലും ഈ പറഞ്ഞ ബഗ് ഉറപ്പാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ അതിനൊരു റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ കംപ്ലൈൻ്റ് ആവുന്ന ഒരു പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് ആയിരിക്കാം. അവിടെ നമുക്ക് ഒരു ഫ്രീ ഓഫ് കോസ്റ്റിനോ അല്ലെങ്കിൽ ഏറ്റവും മിനിമൽ എക്സ്പെൻസിലോ ഡിവൈസിൽ ഈ പറഞ്ഞ സർവീസും ബാക്കി കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സോളിഡ് എവിഡൻസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക. ഐഫോണുള്ള എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഈ ഒരു വീഡിയോയിൽ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. വീഡിയോയുടെ തൊട്ട് താഴത്ത് നിങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായങ്ങളും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം, മെസ്സേജ് ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Yebin Xavier signing from Epica.